Hello my dear students, so welcome back to Basil's Physics Classroom. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ Magnetism and Matter. ഈ മാഗ്നറ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിസം എന്ന പേര് വന്നത് എവിടെന്നാണെന്ന് അറിയോ? It is from Greece, an island in Greece known as Magnesia. അവിടെ നമ്മുടെ ഷെപ്പേർഡ്സ് ഈ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോ their shoe, or I should say അവരുടെ ഷൂവിന്റെ ടോപ്പ് started sticking onto the ground. അപ്പൊ ഇവർക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് there was an ore of iron there known as magnetite, and ഇത് കാരണമാണ് they were unable to walk properly എന്ന്. ഈ മാഗ്നറ്റിന്റെ ഉപയോഗം പണ്ട് തൊട്ട് തന്നെ ആൾക്കാർ മനസ്സിലാക്കിയതാണ്. Therefore that is why we had magnetic compasses. പണ്ട് നമ്മുടെ GPS ഒന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ കപ്പലിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യും? മാഗ്നറ്റിക് കോമ്പസ് യൂസ് ചെയ്യും, അല്ലെ? A freely suspended magnet, and it can show you the direction. അതുകൊണ്ട് തന്നെ പണ്ട് അവനെ നമ്മൾ ലോഡ് സ്റ്റോൺ അല്ലെങ്കിൽ ലീഡിംഗ് സ്റ്റോൺ എന്നും വിളിച്ചിരുന്നു. ഓക്കെ, ആൻഡ് നമ്മൾ ചില ഒരു രാജാവിന്റെ കഥയിലൊക്കെ പറയുന്നുണ്ട് ആ രാജാവിന് വാറിൽ വിക്ടറി കിട്ടിയത് ഓൺലി ബിക്കോസ് ഓഫ് ദിസ് ലീഡിംഗ് സ്റ്റോൺ ഓർ ദിസ് മാഗ്നറ്റ്. ഓക്കെ, സോ ദി ഹിസ്റ്ററി ഗോസ് ബാക്ക്, റൈറ്റ്? സോ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഈ മാഗ്നറ്റിസത്തിനെ കുറിച്ചാണ്, ഈ ബാർ മാഗ്നറ്റിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് we are going to start off with bar magnet. ഒരു ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ I should tell you two different types of magnets in general. ഒന്ന് ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, രണ്ട് നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്സ്. അപ്പൊ നാച്ചുറലി ഒക്കറിംഗ് മാഗ്നറ്റ്സ് എന്ന് പറയുമ്പോൾ പ്രത്യേക വലിയ ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, ഒരു സിമെട്രിക്കൽ ഷേപ്പ് ഒന്നും പ്രതീക്ഷിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വി ആർട്ടിഫിഷ്യൽ മേക്ക് സം മാഗ്നറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ റീമോഡൽ ചെയ്തെടുക്കും, അല്ലെ? അപ്പൊ അതിലൊന്നാണ് ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ടോം ആൻഡ് ജെറി കാർട്ടൂൺസിലൊക്കെ കണ്ടു കാണും ഈ ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, ഇങ്ങനത്തെ ഒരു മാഗ്നറ്റ്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ് യു ആർ സീൻ, അല്ലെ? റൈറ്റ്. സോ അതുപോലെ നമ്മുടെ ഇപ്പൊ ഒരു മിനി മോട്ടർ ഒക്കെ തുറന്നു നോക്കിയാൽ വേറെ ഒരു കർവ് ഷേപ്പ് ഓഫ് മാഗ്നറ്റ് കാണാം, സർക്കുലർ മാഗ്നറ്റ്സ് കാണാം. അങ്ങനെ പല ഷേപ്പിലുള്ള മാഗ്നറ്റ്സ് ആർ അവൈലബിൾ ഫോർ യു ടു പർച്ചേസ് ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ. ഓക്കെ, നമ്മൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത് ബാർ മാഗ്നറ്റിലാണ്. ഓക്കെ, അപ്പൊ ഒരു മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ ഓർത്തു വരുന്ന ഒരു കാര്യം, ഇവൻ ആം ടേക്കിംഗ് എ ബാർ മാഗ്നറ്റ്, ഈ ബാർ മാഗ്നറ്റ് രണ്ട് എൻഡിലായിരിക്കും ഇതിന്റെ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് പ്രോപ്പർട്ടി കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ അട്രാക്റ്റീവ് ഓർ റിപ്പൾസീവ് പ്രോപ്പർട്ടി കൂടുതലായി വരുന്ന എൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾസ്. ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദിസ് പോൾ വി കോൾ ഇറ്റ് ആസ് ബൈ ദ നെയിം പോൾ സ്ട്രെങ്ത്. അപ്പോൾ അട്രാക്റ്റീവ് പ്രോപ്പർട്ടി എവിടെയാണോ കൂടുതൽ, റിപ്പൾസീവ് പ്രോപ്പർട്ടി എവിടെയാണോ കൂടുതൽ വരുന്നത്, ആ പോയിന്റ് നമ്മൾ പോൾസ് എന്നും ആ പ്രോപ്പർട്ടിനെ നമ്മൾ പോൾ സ്ട്രെങ്ത് എന്നും വിളിക്കും. അപ്പൊ കൺവെൻഷനിൽ നമുക്ക് രണ്ട് പോൾസ് ആണുള്ളത്. ഒന്ന് വി ഹാവ് എ നോർത്ത് പോൾ ആൻഡ് വി ഹാവ് എ സൗത്ത് പോൾ. ഓക്കെ, കൺവെൻഷനലി നോർത്ത് പോളിനെ പോസിറ്റീവ് ആയിട്ടും സൗത്ത് പോളിനെ നമ്മൾ നെഗറ്റീവ് ആയിട്ടും എടുക്കും. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ട് ലെങ്തിനെ കുറിച്ച് നിങ്ങൾ അറിയണം. ഒന്ന് വി കോൾ ഇറ്റ് ആസ് എ ജോമെട്രിക് ലെങ്ത്, രണ്ട് വി കോൾ ഇറ്റ് ആസ് എ മാഗ്നറ്റിക് ലെങ്ത് അല്ലെങ്കിൽ എഫക്റ്റീവ് ലെങ്ത് എന്നും പറയും, എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, ഈ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ it will actually be 5/6 times, approximately 5/6 times of the geometric length ആണ്. അതായത് ഒരു മാഗ്നറ്റിന്റെ ലെങ്ത് GL ആണെങ്കിൽ അവന്റെ സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ML ആണ്. ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് ഇവിടെ. ബിക്കോസ് സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാഗ്നറ്റ് നോക്കുക, it is L shaped. When you are finding magnetic moment and everything, ഈ ഡിസ്റ്റൻസ് അറിയേണ്ട വരും, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അപ്പൊ ഇവിടെ ഇത് L ആണ്, ഇത് L ആണ്. അപ്പൊ ഡിസ്റ്റൻസ് 2L എന്ന് എടുക്കരുത് ഒരിക്കലും. The distance is actually this one, the hypotenuse there. അപ്പൊ √2L ആണ്. ഓക്കെ, സിമിലർലി ഇപ്പൊ ഒരു സെമി സർക്കുലർ മാഗ്നറ്റ് നമ്മുടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ, സെമി സർക്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ദ മാഗ്നറ്റിക് ലെങ്ത് there? ഇതാണ്. അപ്പൊ റേഡിയസ് R ആണെങ്കിൽ മാഗ്നറ്റിക് ലെങ്ത് വിൽ ബി 2R. അതിനെയാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അതേസമയം ജോമെട്രിക് ലെങ്ത് എത്ര വരും? ഒരു സെമി സർക്കിൾ ആണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ സെമി സർക്കിൾ ആണെങ്കിൽ ഇറ്റ് വിൽ ബി πR. അണ്ടർസ്റ്റുഡ്? ഓക്കെ, ഇനി ചില മാഗ്നറ്റ് ഉണ്ട്. ഓക്കെ, അതിനെ കുറിച്ച് നമുക്ക് ഇൻഡെപ്ത് പോകുന്നു വേണ്ട. ചില മാഗ്നറ്റില് രണ്ട് സൈഡിലും വി വിൽ ഹാവ് ദ സെയിം പോൾ. ഇവിടെ സൗത്ത് ആണെങ്കിൽ ഇവിടെയും സൗത്ത് വരും. പക്ഷെ അത് പറ്റുമോ? I think you all know that magnetic monopoles do not exist.
മാഗ്നറ്റിക് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ മാഗ്നറ്റിനെ ഈ നടുക്ക് വെച്ചങ്ങ് ബ്രേക്ക് ചെയ്തു. ഒരു സൗത്ത് പോളും നോർത്ത് പോളുമായിട്ട് സെപ്പറേറ്റഡ് കിട്ടുമോ? ഇല്ല. We will actually, there will be a north pole formed here, there will be a south pole occurring here. Equal pole strength ഉള്ള ഒരു pole അവിടെ ക്രിയേറ്റഡ് ആവുകയാണ്. Which means നമ്മൾ മോളിക്കുലർ ലെവലിൽ വരെ ഡിവൈഡ് ചെയ്താലും ഈ ബാർ മാഗ്നറ്റ് ഈച്ച് ആൻഡ് എവറി സിംഗിൾ മോളിക്യൂൾ can act as a bar magnet, as a magnet. അല്ലെ? അപ്പോ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? എന്താ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? ഈ മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് രണ്ട് സൈഡിലും സൗത്ത് പോൾ വരുമെന്ന്? രണ്ട് സൈഡിലും സൗത്ത് പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെൻട്രൽ റീജിയൻ നമ്മൾ ജനറലി ന്യൂട്രൽ ആയിട്ട് എടുക്കുന്നത്. ഇറ്റ് ഇസ് എ ന്യൂട്രൽ റീജിയൻ. ഓക്കെ, പക്ഷെ രണ്ട് സൈഡിലും സൗത്ത് പോൾ വരുന്ന മാഗ്നറ്റ് അല്ലെങ്കിൽ രണ്ട് സൈഡിലും സെയിം പോൾസ് വരുന്ന മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് നേച്ചർ ഉള്ള ഒരു റീജിയൻ ആയിരിക്കും സെന്റർ. ആൻഡ് ഈ സെൻട്രൽ റീജിയന്റെ സ്ട്രെങ്ത് വിൽ ബി 2 times that of these put together. അപ്പൊ ഇത് 2n എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പറഞ്ഞു മനസ്സിലായോ? അപ്പൊ ഇവിടെ എസ് ഇവിടെ എസ് ആണെങ്കിൽ ഇവിടെ 2s വരും. ആൻഡ് ഓപ്പോസിറ്റ് നേച്ചർ ആയതുകൊണ്ട് 2n എന്ന് എഴുതി. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകണ്ട. ലെറ്റ്സ് കോൺസെൻട്രേറ്റ് ഓൺ എ ബാർ മാഗ്നറ്റ്. ഓക്കെ, അപ്പൊ ഈ ബാർ മാഗ്നറ്റ് എന്ന് പറയുമ്പോൾ അടുത്തതായിട്ട് നിങ്ങൾ അവിടെ ഫെമിലറൈസ് ആവേണ്ട ടേം അവന്റെ SI യൂണിറ്റ് അറിയണം. SI യൂണിറ്റ് ഇസ് വാട്ട്? ആംപിയർ മീറ്റർ ആണ്. എന്തിന്റെ SI യൂണിറ്റ്? ഞാൻ പറഞ്ഞു പോൾസിന് ഒരു സ്ട്രെങ്ത് ഉണ്ട്, എന്ത് വിളിക്കും? പോൾ സ്ട്രെങ്ത് എന്ന് വിളിക്കും. ആൻഡ് വി ആർ റെപ്രസെന്റിംഗ് ദ പോൾ സ്ട്രെങ്ത് ബൈ ദ ലെറ്റർ സ്മോൾ n. ഈ പോൾ സ്ട്രെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ മീറ്റർ ആണ്. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് പോൾ സ്ട്രെങ്ത്? ഇറ്റ് ഇസ് ആംപിയർ മീറ്റർ. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഇവിടെ ഓർത്തിരിക്കുന്ന ടേം ഇറ്റ് ഇസ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് പഠിച്ചതുപോലെ തന്നെ ഇറ്റ് ഇസ് വെരി മച്ച് സിമിലർ ടു ദാറ്റ്. Now magnetic dipole moment means we have a south pole and a north pole. Okay, but magnetic dipole moment നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. It is represented by the capital term. It is a vector quantity. Direction is from south to north pole. Direction from south to north pole. It is defined by one of the poles into the distance between the two poles. One of the poles into the distance between the two poles, and it is a vector quantity. Please remember that. Okay, it is one of the poles into the distance between the two poles. Okay, അപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് അല്ലെ? അപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോയിന്റ് നിങ്ങൾ അവിടെ ചേർത്ത് ആലോചിക്കണം. ഇടയ്ക്ക് വാട്ട് ഇസ് എ ന്യൂ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. മേ ബി ഒരു ലെങ്ത് L ഉള്ള ബാർ മാഗ്നറ്റ് എടുത്തു. ഐ എം കീപ്പിംഗ് ഇൻ ദ ഫോം ഓഫ് എ സെമി സർക്കിൾ. വാട്ട് ഇസ് എ ന്യൂ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന ക്വസ്റ്റ്യൻസ് വരുമ്പോ യു ഹാവ് ടു കൺസിഡർ ദി എഫക്റ്റീവ് ലെങ്ത് ദേർ. ഞാൻ നേരത്തെ സെമി സർക്കിൾ പോലെ വെച്ചില്ലേ? അപ്പൊ എഫക്റ്റീവ് ലെങ്ത് എന്തായിരുന്നു? 2r അല്ലെ? അപ്പൊ നമ്മുടെ 2l വരാൻ എന്തെടുക്കേണ്ടി വരും? 2r. പിന്നെ ഒരു കാര്യം കൂടി, ഈ 2l എന്ന് പറഞ്ഞാൽ ഇവ രണ്ടും ഒരു സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. സൗത്തും നോർത്തും തമ്മിലുള്ള ഡിസ്റ്റൻസ് 2l. L എന്ന് എടുത്താലും പ്രശ്നമൊന്നുമില്ല, നോ ഇഷ്യൂസ്. ബട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ 2l എന്ന് എടുക്കും. കാരണം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡൈപോൾ കാരണമുള്ള ഫീൽഡ് ഒക്കെ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ബി ഈസി ടു ടേക്ക് ഇറ്റ് ആസ് 2l. അതുകൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത ടേം ഇവിടെ ഫെമിലിയർ ആവേണ്ട ഒരു കാര്യം, ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എം ഷുവർ ദാറ്റ് യു നോ വാട്ട് ഇറ്റ് ഇസ്. Magnetic field B. The magnetic field represented by B in you have to understand that there are actually 5 other names by which it is known. ഒന്ന് magnetic field, രണ്ട് magnetic field strength, മൂന്ന് magnetic flux density, നാല് magnetic induction, അഞ്ച് magnetic field ഏതായിരിക്കും പറയാവോ? magnetic field intensity. ഞാൻ അഞ്ചെണ്ണം പറഞ്ഞത് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് വൺ മാഗ്നറ്റിക് ഫീൽഡ്, സെക്കൻഡ് വൺ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, തേർഡ് വൺ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഫോർത്ത് വൺ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഫിഫ്ത് വൺ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പൊ ക്വസ്റ്റ്യൻസില് ഈ 5 പേരിൽ ഏത് പേര് ചോദിച്ചാലും അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദേ ആർ റെഫറിംഗ് ടു ദ മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ്സെൽഫ്. വേറെ ഒന്നുമല്ല അവർ ചോദിക്കുന്നത്. അവരെന്താണ് ചോദിക്കുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ബി തന്നെയാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ ക്വസ്റ്റനിലെ വേറെ ടേംസ് ഒന്നോർത്ത് കൺഫ്യൂഷൻ ആവരുത്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ബേസിക്കലി ദ റീജിയൻ അറൌണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി ഫെൽറ്റ്. സപ്പോസ് നമ്മളൊരു യൂണിറ്റ് നോർത്ത് പോൾ, ഒരു ടെസ്റ്റ് ചാർജ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു യൂണിറ്റ് നോർത്ത് പോൾ, ഓക്കെ, തിയററ്റിക്കലായിട്ട് ഒരു യൂണിറ്റ് നോർത്ത് പോൾ ഞാൻ ഇവിടെ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ
the direction in which a unit north pole can move will give you the direction of the magnetic field lines. And if it is under the influence of the smart magnet, നമുക്ക് പറയാം ഈ north pole is under an effect of a magnetic field എന്ന് പറയാം. Okay, അപ്പൊ എങ്ങനെയാണ് നമ്മളിവിടെ magnetic field lines വരയ്ക്കുന്നത്? അപ്പൊ south pole ഉണ്ട്, north pole ഉണ്ട് അല്ലേ? How do you draw the magnetic field lines? They form closed loops. Outside the magnet from the north to south pole, inside the magnet from south to north pole. Electrostatics നമ്മൾ പഠിക്കുന്നത് പോലെ two magnetic field lines can never intersect. Intensity എന്ത് പറ്റും? സപ്പോസ് ഇവിടെയാണ് ഒരു യൂണിറ്റ് നോർത്ത് പോൾ ഇരിക്കുന്നത് വിചാരിച്ചു, രണ്ട് ലൈൻ എങ്ങനെ ഇന്റർസെക്ട് ചെയ്തു? ഓക്കെ, ഇവിടെ ഈ യൂണിറ്റ് നോർത്ത് പോൾ വെച്ചു. വാട്ട് വിൽ ഹാപ്പൻ? യൂണിറ്റ് നോർത്ത് പോൾ വിൽ ഹാവ് ടു മൂവ് ഇൻ ടു ഡയറക്ഷൻസ്. ഒരേ സമയം ഇങ്ങോട്ടും ഒരേ സമയം ഇങ്ങോട്ടും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഒരേ സമയം രണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റുമോ? ഇല്ല. വിച്ച് മീൻസ് ടു ലൈൻസ് cannot intersect. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൽ പഠിക്കുന്ന അതേ കൺസെപ്റ്റ്, നോ ഡിഫറൻസ്. ഓക്കെ, റൈറ്റ്. അപ്പൊ വൺ മോർ തിങ്, the regions where these magnetic field lines are closely packed together, ചില റീജിയൻസിൽ ഇവർ അടുത്തടുത്തായിരിക്കും magnetic field lines. Okay, and that region will have a higher field strength compared to the regions where the magnetic field lines are far apart. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ അടുത്തടുത്തിരിക്കുന്ന റീജിയൻസ്, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്തിരിക്കുന്ന റീജിയൻസിൽ എന്ത് കൂടുതലായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടുതലായിരിക്കും compared to the regions where they are placed far apart. Okay, അപ്പൊ that is one another point you have to remember there. Again, the number of magnetic field lines passing through a cross-sectional area will give you the magnetic flux. Okay, the magnetic flux എന്ന് പറഞ്ഞാൽ number of magnetic field lines passing through a unit cross-sectional area. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, magnetic flux phi B is equal to B dot A. യൂണിറ്റ് എന്തായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് യൂണിറ്റ് നമുക്കറിയാം, എന്താ? ടെസ്ലയാണ് അല്ലേ? അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയാം. ആൻഡ് phi B യുടെ യൂണിറ്റ് വെബർ ആണ്. വെബർ is a unit for magnetic flux. Okay, ഒരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ഏരിയ എടുത്താൽ നമ്മുടെ ഗോസസ് ലോ ഓഫ് മാഗ്നറ്റിസം നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. Now based on Gauss's law of magnetism, what it says is that the surface integral of magnetic field over a closed loop, ഒരു ക്ലോസ്ഡ് ഏരിയ എടുക്കുമ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് this is corresponding to 0. Integral B dot ds is equal to 0. And this is known as Gauss's law in magnetism. എന്താണ്? ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ എടുക്കുമ്പോൾ അവിടെയുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എന്താണ്? 0 ആണ്. Why? Can you tell me why? Because ഒരു പർട്ടിക്കുലർ ഏരിയ എടുക്കുമ്പോൾ നമ്പർ ഓഫ് ലൈൻസ്, 5 ലൈൻസ് അങ്ങോട്ട് എൻ്റർ ചെയ്താൽ 5 ലൈൻസ് അവിടെ നിന്ന് അങ്ങോട്ട് ലീവ് ചെയ്യും. So 5 lines are entering, 5 lines are leaving. 5 lines enter ചെയ്യുന്നു, 5 lines leave ചെയ്യുന്നു. And because of that we can say that Gauss's law, integral B dot ds is equal to 0. Okay, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഫോഴ്സ് എന്നതിന് ഇടയ്ക്ക് പറയുന്നുണ്ടായി. എന്താണ് ഫോഴ്സ്? The force between two poles having pole strengths m1 and m2 is given by Coulomb's law in magnetism. But Coulomb's law in electrostatics, I'm sure that you all know. And that Coulomb's law in electrostatics, F is equal to K Q1 Q2 by R square. If magnetism വരുമ്പോൾ Coulomb's law is this: F is equal to mu 0 by 4 pi m1 m2 by R square. m1 m2 എന്ന് പറഞ്ഞാൽ പോൾ സ്ട്രെങ്ത് ആണ്. mu 0 എന്താ? mu 0 is known as the magnetic permeability. എന്താണ്? Magnetic permeability. And what is the value of magnetic permeability? The value is mu 0 is equal to 4 pi into 10 raised to minus 7. That is the value of mu 0. Now, നമ്മൾ ഒരു particular മീഡിയത്തിലാണ് വെക്കുന്നതെങ്കിൽ this is actually the magnetic permeability of free space. ഇത് ഫ്രീ സ്പേസിന്റെ മാഗ്നറ്റിക് പെർമിയബിലിറ്റി ആണ് mu 0. ഒരു മീഡിയത്തിലാണ് വെക്കുന്നത് നമ്മളവിടെ mu യൂസ് ചെയ്യും. And mu is actually equal to mu 0 into mu r. Mu എന്ന് പറഞ്ഞാൽ it is the permeability of the medium. Mu എന്ന് പറഞ്ഞാൽ permeability of the medium. And mu 0 permeability of free space. And what is mu r? Relative
permeability. What is mu1? Relative permeability. But the force between two poles having pole strength m1 and m2 is given by mu0 by 4 pi m1 m2 by r square, and this is Coulomb's law in magnetism. Clear? Okay. Now let's move forward and find out what is the magnetic field at a point due to a magnetic dipole. Okay. So the next one, magnetic field at a point due to a magnetic dipole. Before I tell you what is the magnetic field due to a dipole moment, I should tell you the equation for the magnetic field, right? The magnetic field is given by B is actually equal to F by M. Or we can write it as F we already know. So mu0 by 4 pi M1 M2 we are writing it. So M by R square. Mu0 by 4 pi M by R square is the corresponding equation for the magnetic field due to a pole. Okay, so due to a one pole, due to given poles, the magnetic field is equal to mu0 by 4 pi M by R square. Okay, now let's move on to the one dipole moment. Now let's consider a bar magnet. So when we consider a bar magnet, it will be easy to remember the general equation for the magnetic field due to a dipole. Okay, from the general equation you can actually get what is the magnetic field at the axial and the equatorial position. Now one point you have to remember is axial position is actually along the magnetic axis. Now what do you mean by the magnetic axis? Magnetic axis is a line connecting the north pole and the south pole. And the plane passing through the north and south pole, we call it as a magnetic meridian. The plane passing through the north and south pole of a freely suspended bar magnet, we can call it as the magnetic meridian. Okay, but north pole and south pole pass in the line is magnetic axis. Now axial point is the magnetic axis point. Okay, now this axial point is end-on position. That's the use terminology. Remember that you should be prepared, right? So axial position is end-on position. That's equatorial position is over here. Equatorial position it is known as broadside position. Now equatorial point is broadside position. Equatorial or broadside point or broadside position. Okay. So here the general equation the magnetic field B in general at a point here at an angle theta is equal to either B1 either B2. Okay, so it will be equal to, the condition is magnetic field is equal to in general mu0 by 4 pi M by R cube root of 1 plus 3 cos square theta. And then 1 plus 3 cos square theta. Now suppose our axial axial how do you find the answer? Axial theta axial axial point P. Theta 0. What is cos 0? 1. So root of 1 plus 3, that is root 4, and the root 4 2. So axial will be mu0 by 4 pi M by 2M by R cube. Now this is actually the equation for the magnetic field due to a short bar magnet. But short bar magnet generalized equation B axial is equal to mu0 by 4 pi 2mr divided by r square minus l square the whole square. This is the general equation. But short bar magnet this length will be very small compared to the radius r. Now finally simplify you will be getting this equation. Okay. Now broadside position equatorial point the equation will be like this. Broadside position B equatorial will be equal to B equatorial broadside theta theta will be 90 degree. So this will be mu0 by 4 pi M cos 90 0 so root of 1. So root 1 by r cube mu0 by 4 pi M by r cube.
ഇനി ഇതേ സമയം ഇതിന്റെ ജനറൽ ഇക്വേഷൻ ഇതാണ്. B equatorial is equal to mu 0 by 4 pi m divided by r square plus l square the whole raised to 3 by 2. This is a general equation for the magnetic field at an equatorial point. ഇത് ആക്സിയലിന്റെ, ഇത് ഇക്വറ്റോറിയലിന്റെ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസും ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റിന്റെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഒരു കണ്ടീഷൻ കൂടി പറയാം. വാട്ട് ഇസ് ദ റേഷ്യോ ഓഫ് ബി ആക്സിയൽ ബൈ ബി ഇക്വറ്റോറിയൽ? എന്ത് വരും നോക്കിക്കേ. ബി ആക്സിയൽ ബൈ ബി ഇക്വറ്റോറിയൽ will be equal to 2. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ബി ആക്സിയൽ ബൈ ബി ഇക്വറ്റോറിയൽ is equal to 2. ക്ലിയർ ആണല്ലോ? സംശയമൊന്നുമില്ല, റൈറ്റ്? Let's move on to the next one, and that is the magnetic potential due to a dipole. Magnetic potential. The magnetic potential. Magnetic potential is a scalar quantity. And ഇവിടെ generalized ആയിട്ട് നമുക്ക് ഇങ്ങനെ ഓർത്ത് വെക്കാം. ഒരു particular pole കാരണമുള്ളത് mu 0 by 4 pi m by r. This is a general equation due to a pole, the magnetic potential. ഇനി at any point, നേരത്തെ ഒരു ബാർ മാഗ്നറ്റ് അല്ലെങ്കിൽ ഒരു ഡൈപോൾ കാരണമുള്ളത് at any point at an angle theta നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. V will be equal to mu 0 by 4 pi m cos theta divided by r square. What is it? Mu 0 by 4 pi m cos theta divided by r square. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ കിട്ടും. ഒന്ന് ഇക്വറ്റോറിയൽ ആൻഡ് ആക്സിയൽ. ഇക്വറ്റോറിയൽ എന്തായിരിക്കും? ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ അഗൈൻ ഇവിടെ അല്ലെ. അപ്പോ ഇക്വറ്റോറിയൽ എന്ന് പറയുമ്പോൾ തീറ്റ വിൽ ബി 90 ഡിഗ്രി. എന്താ cos 90? പറ, എന്താ cos 90? Cos 90 0. അപ്പൊ this will be V equal to 0. V equatorial is equal to 0. ഇനി അതുപോലെ ആക്സിയൽ എന്ത് വരും? അപ്പോ V ആക്സിയൽ ഇവിടെ അല്ലേ പോയിന്റ് വരുന്നത്? V ആക്സിയൽ എന്ന് പറയുമ്പോൾ അപ്പൊ V ആക്സിയൽ എത്ര വരും? തീറ്റ 0 അല്ലെ. അപ്പൊ V axial will be mu 0 by 4 pi m divided by r square. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് പൊട്ടൻഷ്യൽ കിട്ടി. എവിടെയൊക്കെ? ആക്സിയലും കിട്ടി, ഇക്വറ്റോറിയലും കിട്ടി. ക്ലിയർ? ഡൗട്ട് ഉള്ള അത്രയും? ഓക്കെ. ഇനി അടുത്ത നമ്മൾ പോകാൻ പോകുന്ന ടോർക്ക് ആണ്. അപ്പൊ ഒരു ബാർ മാഗ്നറ്റ്, if you are placing it in a uniform magnetic field, it will experience a torque. It will experience a torque. But torque നമ്മൾ പഠിക്കുന്നുണ്ട് റൊട്ടേഷണൽ മോഷനിൽ അല്ലെ. റൊട്ടേഷൻ ഡയനാമിക്സ്, സിസ്റ്റം ഓഫ് വെർട്ടിക്കൽസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അവിടെ ടോർക്കിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇറ്റ് ഇസ് എ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് R and F. ക്രോസ് പ്രൊഡക്റ്റ്. Now ഇവിടെയും the same concept ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് we have. ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് I am placing a power magnet, maybe at an angle theta. Okay. But when I'm placing this in a uniform magnetic field, what happens is it experiences a force. അല്ലെ? അപ്പൊ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നോർത്തിൽ നിന്ന് സൗത്തിലേക്കുള്ള ഒരു, ഇത് സൗത്ത് പോൾ, ഇത് നോർത്ത് പോൾ ആണെന്ന് വിചാരിച്ചു. ഈ നോർത്ത് പോൾ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും, ഈ സൗത്ത് പോൾ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും, which means അവിടെ കപ്പിൾ ജനറേറ്റഡ് ആവും. And this couple will make this magnet rotate in a magnetic field, which means there is a torque. And the torque is given by, which is a vector quantity, m cross b. ഇത് നമ്മൾ ഓൾറെഡി ഒരിക്കൽ സ്ഥലത്ത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് അറിയോ? We have learned that in a circular current carrying loop which is placed in a magnetic field, അവിടെയും ടോർക്ക് m cross b എന്നാണ് പഠിക്കുന്നത് അല്ലേ. Now നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ torque is equal to I alpha, that we already know, right? When theta is very small, നമുക്ക് ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. This is equal to mb sin theta എന്ന് എഴുതാം. Torque is equal to mb sin theta, where theta is the angle between the magnetic dipole moment m and the magnetic field b. Okay. Now, torque is equal to I alpha in the condition we already know. Now, at equilibrium, we can write mb sin theta, or restoring torque minus mb sin theta will be equal to I alpha. When theta is very small, we can write this as minus mb into theta is equal to I alpha, because theta is very small means sin theta is approximately equal to theta. Okay. Appo namukku idana alpha endu ezhudam? Alpha is equal to minus mb by I into theta. E form, I think you have already seen this. This is of the form alpha is equal to minus omega square theta. നമ്മൾ സിമ്പിൾ പെൻഡുലത്തിന്റെ കേസിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഓസിലേഷൻസിൽ, റൈറ്റ്? Now compare
Comparing, what do you get? Two equations compare we get that omega square is equal to mb by I, or omega is equal to root of mb by I, or omega endana 2 pi by t aanu, 2 pi by t. So time period is equal to 2 pi root of I by mb, where I is the moment of inertia, t is the time period, m is the magnetic dipole moment, and b the magnetic field. Okay, അപ്പോൾ ഇത് തന്നെയാണ് ഒരു വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറയുന്ന ഡിവൈസിന്റെയും വർക്കിംഗ് പ്രിൻസിപ്പൽ. ഇപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾ വൈബ്രേഷൻ മാഗ്നറ്റോമീറ്റർ എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാലും സംശയിക്കേണ്ട, the time period equation here uses exactly this. Time period is equal to 2 pi root of I by mb. എന്താ പേര്? Vibration magnetometer. അപ്പോൾ I hope this is clear for you. The time period. Okay, very important. Right. Now moving on. അപ്പോൾ നമുക്ക് ടോർക്ക് അറിയാം. എന്താണ്? Torque is equal to mb sin theta. If you know the value of torque, we can actually find out the work done. Work done is equal to integral tau dot d theta, right? And taking the integral, we know the value of torque, putting it over there, taking the integral from theta 1 to theta 2, you will be getting work done is equal to mb cos theta 1 minus cos theta 2. So the work done is equal to mb cos theta 1 minus cos theta 2. Theta 1 initial angle, theta 2 final angle. Now supposing that our theta 1 initially 90 degree in the theta 2 is theta. When you substitute these terms over here, we'll be getting work done is equal to minus mb. Into minus this cancel this 0 minus cos. So cos theta, or this is equal to the potential energy there minus m dot b. Cos theta, so minus m dot b, which is the potential energy there. Okay, but work done getting potentiality. Potential energy നമുക്ക് പല സ്റ്റേറ്റ്സ് പറയാം. ഒന്ന് സ്റ്റേബിൾ ഈക്വിലിബ്രിയം പറയാം, അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം പറയാം, ന്യൂട്രൽ ഈക്വിലിബ്രിയം പറയാം. സ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ് നമ്മൾ ജനറലി പറയുന്നത്, സ്റ്റേബിളും അൺസ്റ്റേബിളും. സ്റ്റേബിൾ ഈക്വിലിബ്രിയം എന്ന് വെച്ചാൽ എന്താ സിറ്റുവേഷൻ? സ്റ്റേബിൾ ഈക്വിലിബ്രിയം മീൻസ്, ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു തരാം. സപ്പോസ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക്. എന്റെ മാഗ്നറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ മാഗ്നറ്റ് ഇരിക്കുമ്പോ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് നഡ്ജ് ചെയ്ത് കൊടുത്താൽ, പതുക്കെ ഇവിടെ തട്ടി കൊടുത്താൽ എന്ത് പറ്റും? ഈ നോർത്ത് അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? നിങ്ങൾ ഓർക്കണം, ലൈക്ക് ചാർജസ് അട്രാക്ട് ആണോ റിപ്പൽ ആണോ ചെയ്യുന്നത്? ലൈക്ക് ചാർജസ് റിപ്പൽ. അതുപോലെ ലൈക്ക് പോൾസ് റിപ്പൽ. സോ നോർത്ത് വന്നാൽ നോർത്തിന് എപ്പോഴും ആഗ്രഹം ഇങ്ങോട്ട് വരാനാണ്. പതുക്കെ തട്ടി കൊടുത്താൽ ഇത് പെട്ടെന്ന് കറങ്ങി നോർത്ത് ഇങ്ങോട്ട് വരും. എന്റെ അർത്ഥം, this is a position of unstable equilibrium. But theta is equal to 180 degree എടുക്കുമ്പോൾ that is this condition of unstable equilibrium. ഇനി അൺസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ മാക്സിമം എനർജി സ്റ്റേറ്റ് ആണ് അല്ലെ, സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ മിനിമം എനർജി ആണ്, റൈറ്റ്? സോ അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം ആണ് തീറ്റ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറയുന്നത്. നൗ സപ്പോസ് ഐ ആം കീപ്പിംഗ് ദ മാഗ്നറ്റ് ലൈക്ക് ദിസ്, എന്റെ നോർത്ത് പോൾ ഇവിടെ, സൗത്ത് പോൾ ഇവിടെ. പതുക്കെ ഒന്ന് തട്ടി കൊടുത്തു, പതുക്കെ ഒന്ന് ഓസിലേറ്റ് ചെയ്യും, പക്ഷെ അപ്പൊ തന്നെ ഇവിടെ തന്നെ തിരിച്ചു വരും അല്ലെ. വൈ? ഇവിടെ സൗത്ത് പോൾ, നോർത്ത് ആൻഡ് സൗത്ത് ഇസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ഈച്ച് അതർ. അവരാണ് അട്രാക്റ്റഡ് ആവുന്നത്, which means this is a state of stable equilibrium when theta is equal to 0 degree. It is a state of stable equilibrium. മനസ്സിലായോ? ഓക്കെ, അപ്പൊ സ്റ്റേബിൾ ഈക്വിലിബ്രിയം, അൺസ്റ്റേബിൾ ഈക്വിലിബ്രിയം. ഓക്കെ, അടുത്തതായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു ടേം സംതിങ് ആണ് ടാൻജന്റ് ലോ. ടാൻജന്റ് ലോ എന്ന് പറയുമ്പോൾ, suppose we are suspending a bar magnet in two magnetic fields. And these two magnetic fields are mutually perpendicular to each other. But in the mutually perpendicular magnetic field, we are actually suspending a bar magnet. Okay? Now, suspending, what happens is, at a certain angle theta, it comes to an equilibrium. But at a certain angle theta, like, because it remains in equilibrium, net force is equal to 0 there, right? But at this condition, we can write B is equal to BH tan theta. This is the tangent law in magnetism. Now, two magnetic field presence and they are mutually perpendicular to each other.
BH എന്ന് പറയുമ്പോൾ നമ്മൾ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് പറയുന്നത്. B is an external magnetic field. B will be corresponding to BH tan theta. And ഈ tangent law യൂസ് ചെയ്ത്, and remember where is theta coming, okay? And ഈ tangent law യൂസ് ചെയ്ത് ഒരു ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്നൊരു ഡിവൈസ് ഉണ്ട്. ടാൻജന്റ് ലോ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഡിവൈസ് ആണ് ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ. ഈ ഡിവൈസ് യൂസ് ചെയ്ത് we will be able to compare the magnetic moments of two bar magnets. So m1 by m2 is equal to tan theta 1 by tan theta 2. രണ്ട് ബാർ മാഗ്നറ്റ്സിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കമ്പയർ ചെയ്യാൻ ഈ ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ എന്ന് പറഞ്ഞ ഡിവൈസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും ബേസ്ഡ് ഓൺ ടാൻജന്റ് ലോ. ഓക്കെ, ഞാൻ ഇവിടെ ഓർത്തിരിക്കുന്ന മറ്റൊരു കാര്യം, രണ്ട് ബാർ മാഗ്നറ്റ്സ് ആർ പ്ലേസ്ഡ് ഓൺ ടോപ്പ് ഓഫ് ഈച്ച് അതർ. ഇങ്ങനെ, ഓക്കെ, ദിസ് ഇസ് സൗത്ത് പോൾ, ദിസ് ഇസ് സൗത്ത് പോൾ, ദിസ് ഇസ് നോർത്ത് പോൾ ആൻഡ് ദിസ് ഇസ് നോർത്ത് പോൾ. അപ്പൊ രണ്ട് പോൾസും ലൈക്ക് പോൾസ് ആർ കെപ്റ്റ് ലൈക്ക് ദിസ്, അല്ലെ? സെയിം പോൾസ് ഇങ്ങനെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കുമ്പോൾ നമ്മളിവിടെ സം മെത്തേഡ് എന്ന് പറയാം. സം ഓർ ഡിഫറൻസ് മെത്തേഡ് എന്നാണ് മെത്തേഡ്. ദിസ് വിൽ ബി സം. അപ്പൊ മാഗ്നറ്റിക് പോൾ സ്ട്രെങ്ത് m dash will be equal to m1 plus m2 ആയിരിക്കും റിസൾട്ടന്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. m dash is equal to m1 plus m2. അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് i1 plus i2 ആയിരിക്കും. ഈ ബാർ മാഗ്നറ്റിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ml²/12 ഒരു റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇല്ലേ, സെൻട്രൽ ആക്സിലൂടെ പോകുമ്പോൾ, അതാണ് നമ്മൾ എടുക്കാറ്. ഓക്കെ, ഇനി അതുപോലെ ഇറ്റ് ഇസ് പ്ലേസ് ഇൻ ദ അതർ വേ. ഇപ്പൊ നമ്മൾ ഇവിടെ സൗത്ത്, ഇവിടെ നോർത്ത്, താഴെ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് നേച്ചർ ആണ്. ഇവിടെ നോർത്ത്, ഇവിടെ സൗത്ത്. ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നത് എങ്കിൽ, ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ സെയിം സൈസ് ആവട്ടെ, ഞാൻ വരച്ചതേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ m dash will be equal to m1 minus m2. ഓക്കെ, അതുപോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ i dash will be i1 plus i2. അതിന് മാറ്റമില്ല, മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് മാറ്റമൊന്നുമില്ല. സോ ബട്ട് m dash becomes equal to m1 minus m2, the magnetic dipole moment. ഓർത്തു വരിക. ഓക്കെ, ആൻഡ് വൺ മോർ തിങ്, ഈ പോർഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആൻഡ് ദ മെറ്റീരിയൽ വി ആർ യൂസിങ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയലിനെയും അതുപോലെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയാണ് ഏത് ഡിപ്പെൻഡ് ചെയ്യുന്നത്, പോൾ സ്ട്രെങ്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെക്കുക. നമ്മളിപ്പോ ഏരിയ പകുതിയാക്കിയാലേ പോൾ സ്ട്രെങ്ത് കുറയുള്ളൂ. ലെങ്ത് പകുതിയാക്കിയാൽ പോൾ സ്ട്രെങ്ത്തിന് ചേഞ്ച് ഒന്നും വരില്ല, ഇറ്റ് റിമെയിൻസ് എ കോൺസ്റ്റന്റ്. Okay, so this is the first part that we have to learn in magnetism. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെയായിരുന്നു? നമ്മൾ ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം പറഞ്ഞു, കുളുംസ് ലോ പറഞ്ഞു, ഫ്ലക്സ് പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് പറഞ്ഞു, പോൾ സ്ട്രെങ്ത് പറഞ്ഞു, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് പറഞ്ഞു, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ പറഞ്ഞു, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ ഡൈപോൾ പറഞ്ഞു, ടാൻജന്റ് ലോ പറഞ്ഞു, ഇല്ലേ? ഡിഫ്ലക്ഷൻ മാഗ്നറ്റോമീറ്റർ, വൈബ്രേഷൻ മാഗ്നറ്റോമീറ്ററിന്റെ കാര്യങ്ങൾ പറഞ്ഞു, സം ആൻഡ് ഡിഫറൻസ് മെത്തേഡ്. ഇതിന് നമ്മൾ ഡിഫറൻസ് മെത്തേഡ് എന്ന് പറയും. Okay, so I hope this much is clear for you, and the remaining will be discussed in the next video, and that will be Earth's magnetism. Okay, so till we meet next time, subscribe to the channel if you haven't, and thank you.